മറുവാദങ്ങൾ കേൾക്കണം. മൃദുല, രാഹുൽ സംസാരിച്ചോട്ടെ. നിങ്ങളുടെ മെഴുകൽ മാത്രം കേൾക്കാനല്ല നാട്ടുകാരിക്കുന്നത്. ശ്രീമതി മൃദുലാദേവിയെ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ മെഴുകൽ മാത്രം കേൾക്കാനല്ല നാട്ടുകാരിക്കുന്നത്. രാഹുൽ ഒരു നിമിഷം. മൃദുലാദേവി, താങ്കൾ ഒന്ന് രാഹുലിനെ കേൾക്കൂ, അതിനുശേഷം താങ്കൾക്കും ഞാൻ സമയം തരാം പറയാൻ. ശ്രീമതി മൃദുലാദേവിയുടെ മെഴുകൽ മാത്രം കേൾക്കാനല്ല. ഒറ്റ മിനിറ്റ് രാഹുൽ, ഒറ്റ മിനിറ്റ്. ഈ ഒരൊറ്റ കാര്യം കൂടി കേട്ടിട്ട് രാഹുലിന് മറുപടി പറയാം. പറഞ്ഞോളൂ മൃദുല. ഞാനിപ്പോ ന്യൂസ് 18 വിളിച്ചതുകൊണ്ട് സ്കൂളിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. ക്ലാസ് ടൈമിൽ ഞാൻ ഇറങ്ങിയിരുന്ന എങ്കിലും ഒറ്റ മിനിറ്റ് ഞങ്ങളോട് തുടരൂ. രാഹുലിന് ഒരൊറ്റ കാര്യം പറയാനുണ്ട്. അല്ല, ശ്രീമതി മൃദുലാദേവിയുടെ മെഴുകൽ കേൾക്കാൻ മാത്രമല്ലല്ലോ ആൾക്കാർ ഇരിക്കുന്നത്. രണ്ട്, ഇവിടെ ഉപയോഗിച്ച വാക്കുകൾ നോക്കൂ. ചിത്രയെ ആരും വിലക്കിയിട്ടില്ലെന്ന്. ചിത്രയെ വിലക്കാൻ നിങ്ങൾ ആരാണ്? ചിത്രയെ പോലെ ലോകമറിയുന്ന, ഈ രാജ്യത്തിന്റെ വാനമ്പാടി എന്നറിയപ്പെടുന്ന, രാജ്യത്തിന്റെ പല ബഹുമതികളും നേടിയ ചിത്രയെ വിലക്കിയിട്ടില്ല. എന്തോ ഔദാര്യം പോലെ. ആ വാക്ക് നേരത്തെ പറഞ്ഞതാണ്. ചിത്രയെ വിലക്കിയിട്ടില്ല പോലും. ചിത്രയെ വിലക്കാൻ നിങ്ങൾ ആരാണ്? ചിത്ര എന്ന് പറയുന്ന അതുല്യമായ കലാകാരി നമ്മുടെ സംഗീത ലോകത്തിന് നൽകിയ സംഭാവനകളുടെ മുമ്പിൽ ഞാനോ മൃദുലാദേവിയോ നിങ്ങളൊക്കെ എത്ര ചെറുതാണ്. പോട്ടെ. രണ്ടാമത്തെ കാര്യം, ശ്രീമതി ചിത്രയ്ക്ക് എങ്ങനെ പറയാൻ അവകാശമില്ല? ഭീതി പടർത്തുകയാണ്. ഓർക്കുക, സുപ്രീം കോടതിയുടെ 5-അംഗ ബെഞ്ചിന്റെ വിധിക്ക് ശേഷം നടക്കുന്ന ഒരു ചടങ്ങാണ്. സുപ്രീം കോടതിയുടെ അനുവാദത്തോടെ ഭരണഘടനാപരമായി കോടതിയിൽ പോയി വിധിന്യായം വന്നു. അതിൽ മുസ്ലിം സഹോദരങ്ങളുടെ വേദന ഉൾക്കൊണ്ടുകൊണ്ട് അവർക്ക് 5 ഏക്കർ കൊടുത്തു. അവിടെ ഒരു നല്ല പള്ളി വരുന്നുണ്ട്, ഇവിടെ ഒരു അമ്പലം വരുന്നുണ്ട്. അതിൽ വിശ്വാസിയായ ശ്രീരാമനാമം ഒക്കെ പാടിയിട്ടുള്ള ശ്രീമതി ചിത്ര ഒരു ഗാനമാല അല്ലെങ്കിൽ അവിടെ പ്രാർത്ഥിക്കണമെന്ന് പറയുന്നതിന് ശ്രീമതി ചിത്രയ്ക്ക് അവകാശമില്ലേ? ഈ നാട്ടിൽ ആർട്ടിക്കിൾ 25 വിശ്വാസ സ്വാതന്ത്ര്യമില്ലേ? ശ്രീമതി ചിത്ര വിശ്വാസികളോടും ബാക്കിയുള്ളവരോടും നിങ്ങൾക്ക് വിശ്വാസത്തിലേക്ക് വേണ്ട. ഈ രാജ്യത്തെ ബഹുഭൂരിപക്ഷം ആൾക്കാരും വിശ്വാസികളാണ്. അവർക്ക് ആ വിശ്വാസത്തിന്റെ ഭാഗമായി വെളിച്ചം നേരാനും മറ്റുമുണ്ട്. എത്രയോ മുസ്ലിം സഹോദരങ്ങൾ ഇതിനായിട്ട്, അതായത് മുസ്ലിം സഹോദരങ്ങൾ ശ്രീരാമ ക്ഷേത്രത്തോട് സഹകരിക്കുന്നു. ഒരുപക്ഷെ നമ്മുടെ മതേതരവാദികൾ അറിയണം, 40% നമ്മുടെ ധന്നിപ്പൂർ മോസ്ക്, പ്രവാചകൻ മോസ്കിന് വേണ്ടിയുള്ള പവിത്രമായ സംഭാവനകൾ നൽകിയത് ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ നിന്നാണ്. 40% ആ പള്ളിക്ക് കിട്ടിയ സംഭാവനകളുടെ ഞാനും സംഭാവന നൽകിയിട്ടുണ്ട്. അത് നമ്മുടെ അഭിമാനമാണ്, നമ്മുടെ മതസൗഹാർദ്ദമാണ്, നമ്മുടെ ബഹുസ്വരതയാണ്. നമ്മുടെ ചരിത്രത്തിൽ നേരത്തെ ശ്രീമതി മൃദുലാദേവി സൂചിപ്പിച്ചതുപോലെ, ശ്രീ സൂരജ് സൂചിപ്പിച്ചതുപോലെ കലാപ കലുഷിതമായ കറുത്ത അധ്യായങ്ങൾ കഴിഞ്ഞ 30 വർഷത്തിൽ ഉണ്ടായി. നമുക്കിതിനൊരു അവസാനം വേണ്ടേ? നമ്മുടെ മക്കളിലേക്കും ഈ തർക്കം കൊടുക്കണോ? നമ്മുടെ വരും തലമുറയിലേക്കും ഈ വേദന പകരണോ? അതിനൊരു കൺസെൻസസ്, സമവായം ഉണ്ടായി. ആ സമവായത്തിന് വേണ്ടി ശ്രീ രവിശങ്കർ അടക്കം മുസ്ലിം സമൂഹത്തിലെ പ്രമുഖരടക്കം വളരെ ശക്തമായി മുമ്പോട്ട് വന്നു. ഒരു സമവായം ഉണ്ടായി. ഇനിയും പഴയ മുറിവുകൾ തുറന്ന് അതിൽ വീണ്ടും ഉപ്പിട്ട് അല്ലെങ്കിൽ ആൾക്കാരെ വേദനിപ്പിക്കുകയാണോ വേണ്ടത്? രാഹുൽ ഒന്ന് ഇടപെടുകയാണ്. ഒന്ന് പറഞ്ഞോട്ടെ, സംസാരിച്ചോട്ടെ. റിപ്ലൈ പറയാം പറഞ്ഞോളൂ. ഓക്കെ. ആറ്റിക്കുറുക്കി രാഹുൽ ഒത്തിരി വാചാടോപം ചെയ്തിരുന്നു. മൃദുലാദേവി ആരാണെന്നൊക്കെ ചോദിച്ചു. എനിക്ക് ഇതിനൊരു ഒറ്റ ഉത്തരവേ പറയാനുള്ളൂ. മൃദുലാദേവി ദ സിറ്റിസൺ ഓഫ് ഇന്ത്യ എന്നുള്ളതാണ് ഇത്. മൃദുലാദേവി ആരാണ് ചിത്രയെ ചോദ്യം ചെയ്യുന്നത് വെച്ചാൽ മൃദുലാദേവി സിറ്റിസൺ ഓഫ് ഇന്ത്യ. വേറെ ഒന്നും പറയാനില്ല. അത് ചോദ്യം ചെയ്തുകൊണ്ടേയിരിക്കും. അതിനായിട്ട് ഏത് ജയിലിൽ പോയി ഞാൻ തയ്യാറാണ്. ഞാൻ ചോദ്യം ചെയ്തിരിക്കും. ഇമാതിരി പണി കൊണ്ട് ഇനി ഒരു കലാകാരും വരികയല്ല എന്ന് ഉറപ്പുണ്ട് കേരളത്തിന്. അതും ഉറപ്പാണ്. ചിത്രയ്ക്ക് കൊടുക്കുന്ന ഒരു താക്കീതാണ്. ഇനി വരട്ടെന്നേ, വരുമ്പോ അതുപോലെ പലയിടത്തുനിന്നും മൃദുലാദേവിമാരുണ്ടാകും. ഇനി ഒരുപാട് മൃദുലാദേവി. രാഹുൽ, ഒറ്റ ആൻസറേ ഉള്ളൂ. മൃദുലാദേവി ദ സിറ്റിസൺ ഓഫ് ഇന്ത്യ വിൽ അജിറ്റേറ്റ്, എഡ്യൂക്കേറ്റ്, ഓർഗനൈസ് ചെയ്തിരിക്കും. ഓക്കെ. also a citizen of India. Mohanlal is also a citizen of India. Sachin Tendulkar is also a citizen of India. Rahul Ishwar is also a citizen of India. മൃദുലാദേവി മാത്രമല്ലല്ലോ ഇന്ത്യയിലെ സിറ്റിസൺ. കൂടെ ഞാനും ഉണ്ട്. ഞാൻ നിങ്ങൾ ആരുവാ എന്ന് ചോദിച്ചില്ലേ? അത് മാത്രമേ ഉള്ളൂ. നമുക്ക് പ്രത്യേകിച്ച് വിലയൊന്നുമില്ല. പക്ഷെ നെഹ്റുവിനെ പോലും ചോദ്യം ചെയ്ത ഒരു കോമൺ മാൻ എപ്പോഴും ഉണ്ടായിരുന്നു. അപ്പൊ അവിടുന്ന് കേരളത്തിൽ നിന്നും ആ ഒരു കോമൺ സിറ്റിസൺ ആയിട്ട് ഞങ്ങൾ കരുതിയാൽ മതി. ഞാൻ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. അന്നത്തെ ദിവസം ഞാൻ പറഞ്ഞ കാര്യം ചെയ്യുകയും ചെയ്യും. ഞാൻ മഹാരാഷ്ട്ര നന്ദഗാവിലുണ്ട്, അമരാവതിയിലുണ്ട്. വന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുള്ളൂ. ഒരു പേടി. അറസ്റ്റ് ചെയ്യുന്നതിന്റെ കാര്യം പറയുന്നു. നിങ്ങൾ ശ്രീമതി ചിത്രയെ അധിക്ഷേപിക്കുന്നത്, അവഹേളിക്കുന്നത് ശരിയല്ലെന്ന് പറയുന്നേ ഉള്ളൂ. ശ്രീമതി മൃദുലാദേവി ചോദ്യം ചെയ്യുന്നത് അധിക്ഷേപമാണെങ്കിൽ അതെന്റെ ജനാധിപത്യ അറ്റ് ദ എൻഡ് ഓഫ് മൈ ലൈഫ് ഞാൻ എന്റെ ജനാധിപത്യ സ്വാതന്ത്ര്യം ഉപയോഗിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ എങ്ങനെയാണ്? അതാണ് ചിത്ര ചെയ്തത്. ആർട്ടിക്കിൾ 25 നൽകുന്ന വിശ്വാസ സ്വാതന്ത്ര്യം പ്രയോഗിച്ചു. അതാണ് ശ്രീമതി കെ.എസ്. ചിത്ര ചെയ്തത്. എന്റെ വിരൽത്തുമ്പുകളെ, എന്റെ ജിഹ്വകൾ അരിയുന്ന അത്രയും കാലം ഞാൻ എഡ്യൂക്കേറ്റ്, അജിറ്റേറ്റ്, ഓർഗനൈസിന്റെ പാതയിൽ ജനാധിപത്യപരമായി തന്നെ ഞാൻ അതിനുവേണ്ടി ഈ ഒരു വിഷയത്തില് രാഹുൽ, മൃദുലയ്ക്ക് സമയമില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഒരൊറ്റ ചോദ്യം കൂടി ചോദിച്ചു. മൃദുല, ഇത്തരത്തിൽ അതെ കെ.എസ്. ചിത്ര, ഞാൻ ഒറ്റ ചോദ്യം, അവസാന ചോദ്യം. അവസാനം എനിക്ക് ഒരു പോയിന്റ് പറയണം.
WHO ഉടനെ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു, ഫോർ ഓൾ ദാറ്റ് ഐ ഹാവ് എ വോയിസ് ടു അൺഡു ദ ഫോട്ടോലെസ്. മറഞ്ഞിരിക്കുന്ന നുണക്കഥകൾ ഇല്ലാതാക്കുവാൻ എനിക്കാകെയുള്ളത് എന്റെ ശബ്ദം മാത്രമാണെങ്കിൽ ആ ശബ്ദം കൊണ്ട് ഒരു മീഡിയയുടെ സഹായമില്ലാതെ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കും. ശരി മൃദുല കേൾക്കൂ. ഇത് ഒരു ഒറ്റ ചോദ്യം കൂടി. മൃദുല, ചിത്ര എന്നുള്ളത് മാറ്റി വെക്കൂ. ഒരു സ്ത്രീ ഇപ്പോൾ സൈബർ ആക്രമണം നേരിടുകയാണ്. അതും വളരെ മോശമായി. ഇപ്പൊ മൃദുല സംസാരിച്ചതുപോലെ അല്ല. സൈബർ ഇടങ്ങളിലൊന്നും ചെന്ന് പരിശോധിച്ചാൽ മനസ്സിലാകും. വളരെ മോശമായി ചിത്രയെ അധിക്ഷേപിക്കുന്നുണ്ട് സൈബർ ഇടങ്ങളിൽ. അതിനെക്കുറിച്ച് കൂടി ഒരു പ്രതികരണം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ജനാധിപത്യപരമായിട്ടാണ് ചിന്തിക്കുന്നത്. ജനാധിപത്യപരമല്ലാത്ത രീതിയിൽ മൃദുലാദേവി അടക്കമുള്ളവരെ പല വിഷയങ്ങളിലും ഇവിടെ മാധ്യമങ്ങൾ കൂടി സപ്പോർട്ട് ചെയ്തുകൊണ്ട്, ന്യൂസ് 18 അല്ലാത്ത മാധ്യമങ്ങളുണ്ട്, ന്യൂസ് 18 ഞാൻ അതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്, പല മാധ്യമങ്ങളുടെയും കൂടെ സപ്പോർട്ട് കൂടി ചെയ്തപ്പോഴും ഒന്നുമില്ലാത്ത വേദനയും വേവലാതിയും എനിക്ക് പ്രത്യേകിച്ച് ചിത്രയുടെ കാര്യത്തിൽ മാത്രമായിട്ട് കൊണ്ടുവന്നില്ല. ഞാൻ എന്നും മോബ് ലിഞ്ചിങ്ങിനെതിരെയാണ്. അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറഞ്ഞത് ജനാധിപത്യപരമായി തന്നെ പ്രതികരിക്കണമെന്ന്. അതുകൊണ്ടാണ് എനിക്ക് ഭയമുണ്ട്. എന്നെ വല്ലോ അർബൻ നക്സലോ മാവോയിസ്റ്റ് ആക്കുമെന്ന് പേടിയുള്ളതുകൊണ്ടാണ് അംബേദ്കറിസ്റ്റ് ആണെന്നും എഡ്യൂക്കേറ്റ് എഡ്യൂക്കേറ്റ് ഓർഗനൈസേഷൻ ഞാൻ എഗെയിൻ ആൻഡ് എഗെയിൻ പറയുന്നത്. കാരണം പുറന്തള്ളപ്പെടുമ്പോൾ ആദ്യം ഈ പറഞ്ഞവരാരും ആയിരിക്കില്ല, മൃദുലാദേവി ആയിരിക്കും പുറന്തള്ളപ്പെട്ടു പോകുന്നത്. പലവട്ടം ഞാൻ അനുഭവിച്ചിട്ടുണ്ട് മോബ് ലിഞ്ചിങ്ങിന്റെ പേരിൽ തന്നെ. ഞാൻ മോബ് ലിഞ്ചിങ്ങിനെതിരാണ്. ചിത്രയെന്നല്ല ആരെ പോലും, ഒരു വ്യക്തിയെ പോലും. പക്ഷെ ചിത്ര മോബ് ലിഞ്ച് ചെയ്യുമ്പോൾ മാത്രം ഒരു വികാരം ഉണ്ടാവുകയും അല്ലാത്തവർ സഹിച്ചോട്ടെ എന്നുള്ള ഒരു നിലപാടിനോട് ഒത്തുനിൽക്കാൻ തയ്യാറുമല്ല. നിർത്തുമ്പോൾ എല്ലാം ഈക്വാലിറ്റി വേണം. ഈക്വാലിറ്റിക്ക് വേണ്ടി ഈക്വാലിറ്റി തന്നെ വേണം എല്ലാ കാര്യങ്ങളും. ഇത് നിർത്തുക. മോബ് ലിഞ്ചിങ് നിർത്താൻ നമ്മുടെ മാസ്ക് ഇടിപ്പിച്ച സർക്കാരിനെ മോബ് ലിഞ്ചിങ് നിർത്താൻ കഴിയില്ലെന്നാണോ പറയുന്നത്? ശരി, അതൊക്കെ നിർത്തട്ടെ. ശരി. വളരെയധികം നന്ദി ശ്രീ മൃദുല ദേവി ഞങ്ങളോട് സംസാരിച്ചതിന്. താങ്ക് യു.